എടാ സ്പെയിനിലേക്ക് പുതുതായിട്ട് വരാൻ നിൽക്കുന്ന കുട്ടികളോടും പുതുതായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരോടുമാണ് ഈ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കി. ചേട്ടാ, ഞാൻ സ്പെയിനിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ നിൽക്കുക. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ സ്പെയിനിൽ നിൽക്കുന്ന ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ ചേട്ടൻ പറയുക, ഇത് ഹിന്ദിയും സ്പാനിഷും പഠിച്ചാൽ ഇത് സ്പെയിനിൽ ജോലി കിട്ടുമെന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞുതരാം? എടാ സ്പെയിൻ എന്ന് പറയുന്നത് 90% ആൾക്കാരും സ്പാനിഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമില്ല. ഇംഗ്ലീഷ് അറിയെങ്കിൽ പോലും ഇവർ സംസാരിക്കത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു എന്നാ പറയാനായിട്ട് ഒരു ഓഫീസിലോ ഒരു അജന്തമെന്തിലോ ഒരു പേപ്പർ വർക്കിനോ എവിടെ ചെന്നാലും ഇവർ സ്പാനിഷ് സംസാരിക്കുള്ളൂ. അവിടെ ഇരിക്കുന്നവർ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ പോലും അവർ സ്പാനിഷ് സംസാരിക്കുള്ളൂ. സോ നമുക്ക് ഇവിടെ വന്നിട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ സ്പാനിഷ് അറിഞ്ഞിരിക്കുന്നത് ഒരു ഗുണകരമാണ്. എന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് സ്പാനിഷ് പഠിച്ചിട്ടേ വരാവൂ എന്നൊന്നും ഒരിക്കലും പറയില്ല. കുറച്ച് ബേസിക് പഠിച്ചിട്ട് വരികയാണ്. കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ ഒരു 6 മാസം കൊണ്ട് പഠിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മളിവിടെ നിൽക്കുമ്പം ഒഴുക്കിനൊക്കെ അങ്ങ് പൊക്കോളും. പക്ഷെ നമ്മളോട് വിചാരിക്കണം ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത്. 2-3 വർഷമായിട്ട് നിന്നിട്ട് ലാംഗ്വേജ് അറിയാത്ത എനിക്ക് പോലും അറിയില്ല, മനസ്സിലായില്ല. എനിക്ക് പോലും സ്പാനിഷ് ഒന്നും അറിയത്തില്ല. നമ്മളിവിടെ വരുമ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചോളും. പിന്നെ ഹിന്ദിയുടെ പ്രാധാന്യം എനിക്കറിയില്ല. അതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹിന്ദിക്ക് അങ്ങനെ വലിയ എടാ നമ്മളിപ്പോൾ പോളണ്ടിൽ പോകുകയാണെങ്കിൽ പൊളസ്കയാണ്, ഇറ്റാലിയിൽ പോകുകയാണെങ്കിൽ ഇറ്റാലിയനാണ്, ക്രൊയേഷ്യ പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് ക്രൊയേഷ്യനാണ്, ഫ്രാൻസിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രാൻസിയാണ് അവിടുത്തെ ലാംഗ്വേജ്. ഓരോ രാജ്യങ്ങൾക്കും അതാത് രാജ്യങ്ങളുടെ ലാംഗ്വേജ് ഉണ്ട്. അവർ ആ ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക എപ്പോഴും. ഇപ്പോൾ സ്പെയിനാണ്, സ്പെയിനിൽ എപ്പോഴും സ്പാനിഷിനാണ് മുൻഗണന. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കൂടുതൽ ടെൻഷനൊന്നും അടിക്കേണ്ട. കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് വരിക. ഇത് സർവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ മൊത്തം സ്പാനിഷുകാരായിരിക്കും. അപ്പോൾ നിങ്ങളെ ജോലിക്ക് എടുക്കുന്ന ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കും ലാംഗ്വേജ് അറിയാമോ? ഇത്രയേ ഉള്ളൂ ബേസിക്. ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാംഗ്വേജ് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് വരിക. ഇവിടെ വരുമ്പോൾ നീയൊക്കെ പഠിച്ചോളൂടാ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇതിൻ്റെ ബേസിക്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വരാം, നമുക്കിവിടെ അടിപൊളിയാണ്, അടിപൊളി കൺട്രിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ അടിച്ചു പൊളിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.